മലയാളത്തിന്റെ മഹാനടൻ മമ്മൂക്കയുടെ ഒരുപിടി പുതിയ ചിത്രങ്ങളുടെ അപ്ഡേറ്റുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടെല്ലാം നമ്മൾ കണ്ടത്. അമൽ നീരദ് സംവിധാനം ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 19-ാം തീയതിയാണ് നിതീഷ് സഹദേവൻ ചിത്രത്തിൽ മമ്മൂക്ക ജോയിൻ ചെയ്യുന്നത്. ആശ്രം സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു റോളിൽ എത്തുന്നുണ്ട്. അതിനുശേഷം മട്ടാഞ്ചേരി മാഫിയ സിനിമയുടെ ചിത്രീകരണവും തുടങ്ങും. മമ്മൂക്ക ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന സിനിമ തമിഴിൽ ചെയ്തിരിക്കുന്ന സിനിമയാണ് D55. ധനുഷിനോടൊപ്പമാണ് മമ്മൂക്ക ഈ സിനിമയിൽ എത്തുന്നത്. മമ്മൂക്ക നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. മലയാള സിനിമാ നടന്മാരിൽ നിന്നും ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയിട്ടാണ് മമ്മൂക്ക ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അതായത് 35 കോടിയോളം രൂപയാണ് മമ്മൂക്ക ഈ സിനിമയിൽ ഓഫർ ചെയ്തെങ്കിലും മമ്മൂക്ക തന്നെ പറഞ്ഞു എനിക്ക് അത്രയും വേണ്ട, 23 കോടിയാണ് മമ്മൂക്ക ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രതിഫലം വാങ്ങിച്ചിരിക്കുന്നത്. ഒരു മലയാള സിനിമ നടൻ വാങ്ങുന്ന ഏറ്റവും വലിയൊരു പ്രതിഫലം തന്നെയാണ് മമ്മൂക്കക്ക് ഈ സിനിമയ്ക്കകത്ത് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ധനുഷുമായിട്ട് മമ്മൂക്ക ഈ ഒരു സിനിമയിൽ എത്തുന്നത് 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂക്ക ഒരു തമിഴ് സിനിമ ചെയ്യുന്നത്. അതിനുശേഷം നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മലയാള സിനിമയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് ആയിട്ടുള്ള CBI സീരീസിന്റെ 6ാം ഭാഗവും K. മധു, SN സ്വാമി ടീം വീണ്ടും ഇവർ ഒന്നിക്കുന്നു എന്നുള്ളൊരു വാർത്തയും കൂടെ വന്നിട്ടുണ്ട്. ഇപ്പം മമ്മൂക്ക ലണ്ടനിലാണുള്ളത്. ഒരു പ്രോഗ്രാമിൻ്റെ പരിപാടിയായിട്ടൊക്കെ മമ്മൂക്ക ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ തന്നെ വൈറലായിട്ടുണ്ട്. ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ കൂടെ വന്നിട്ടുണ്ട്. ആ വീഡിയോയും കൂടെ നമുക്കൊന്ന് കണ്ടുനോക്കാം. The actor who is many actors, Sri Mammootty, recipient of the Padma Bhushan 2026. A child once dreamt of the silver screen. Years of dedication marked his place in Indian cinema. My father actually wanted me to become a doctor. Incidentally, I became a lawyer. Finally, I'm an actor. But when I saw my first film on the screen, I wanted to become an actor on screen. I've been craving for that and struggling, trying, dreaming. I tried small bits, 1 or 2 scenes, 2-3 shots at the beginning. Afterwards, I started as a lawyer. I got married. Then I got my first chance to do a bigger role. And that film was not completed, fortunately or unfortunately. I was doing amateur theatre. I was a mimicry artist. Whenever I get time, I was doing theatre also. But my passion was movies. I was struggling, meeting people, meeting directors. They will find some fault with me and they will reject me. It has been so sad moments were there. But finally, Mr. MT has met me and he had some confidence in me. Some faith in me, he offered me a chance. From there, struggled, studied the media, learned the techniques. Took a long time to become a normal actor. But to become a perfect actor, it will take again years. No character can challenge me because I have my passion, dedication, honesty. I always wanted to become an actor, then a star. I am still an actor and wanted to be an actor and want to be an actor. I will be an actor. Before I get into films, I got married. I have 2 children, a son and a daughter. My son is also in my field, he is also an actor. My daughter is a painter. My wife is a homemaker. He always supported my passion, encouraged me, helped me a lot. I encourage a lot of newcomers, new directors, debut directors. Youngsters will have something different to do with me. I don't want to miss it. Sri Mammootty, Padma Bhushan 2026. Kodi kodi namaskaram. ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനെ നമുക്ക് ഇന്ത്യൻ സിനിമ എന്ന ലോക സിനിമയിൽ തന്നെ കാണാൻ സാധിക്കില്ല. ചെയ്തിട്ടുള്ള സിനിമകൾ 450 സിനിമ ചെയ്തിട്ടുണ്ട്. 450 സിനിമകൾ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ. അദ്ദേഹം സിനിമയിലേക്ക് വരുന്നതും സിനിമയിൽ സ്ട്രഗിൾ ചെയ്ത് ഇവിടം വരെ എത്തിയതുമായിട്ടുള്ള ചില കാര്യങ്ങളാണ് കാര്യങ്ങളെ കുറിച്ചിട്ട് ആണ് മമ്മൂക്ക ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നത്. എന്താണെങ്കിലും കിടിലൻ സാധനമായിരുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, എന്നെ ചലഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള കഥാപാത്രങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. കാരണം ഒരു സിനിമ, ആ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം എത്രത്തോളം എഫേർട്ട് ചെയ്യുന്നു, അദ്ദേഹം എത്രത്തോളം ആ സിനിമയെ അദ്ദേഹം സ്നേഹിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇതാണ് യഥാർത്ഥ ആക്ടർ, ഇതാണ് നമ്മൾ പറഞ്ഞ നടൻ, ഇതാണ് പറഞ്ഞ നടൻ. എന്തായാലും ഈ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.